കോവിഡിൻ്റെ ഈ രണ്ടാം വരവ് വലിയ രീതിയിലുള്ള ആശങ്കയാണ് നമ്മുടെ രാജ്യത്ത് പടർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വ്യക്തിശുചിത്വം ഉറപ്പുവരുത്തുക, സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക തുടങ്ങി നമ്മൾ തുടങ്ങി വെച്ച ശീലങ്ങൾ ഒന്നുകൂടി കർശനമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വൃത്തിയാക്കാനായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും നാം വളരെയേറെ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന സോപ്പും ഡിറ്റർജൻറ്റുകളും വൃത്തിയാക്കാനായി ഉപയോഗിച്ചാൽ മതി. വൈറസിനെ ഉന്മൂലനം ചെയ്യാൻ ഇവ മികച്ചതാണ്. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. അണുനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നിർദ്ദേശിച്ച രീതിയിൽ മാത്രമേ ഇവ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചില അണുനാശിനികളിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ ആസ്മയ്ക്ക് കാരണമായേക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതിനാൽ തന്നെ കുട്ടികളിൽ നിന്നും പ്രായമായവരിൽ നിന്നും ഇത് മാറ്റിവെക്കണം. ഹൈഡ്രജൻ പെറോക്സൈഡ്, ആൽക്കഹോൾ, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് എന്നിവ അടങ്ങിയ അണുനാശിനികൾ പാത്രം, ഭക്ഷണം, തുണികൾ എന്നിവ വൃത്തിയാക്കാനൊന്നും ഉപയോഗിക്കരുത്. കയ്യുറകൾ ഉപയോഗിച്ച് മാത്രമേ അണുനാശിനികൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. സോപ്പ് വെള്ളം ഉപയോഗിച്ച് തറയും മറ്റ് പ്രതലങ്ങളും വൃത്തിയാക്കാം. അണുനാശിനികൾ ഉപയോഗിച്ച് മുറികൾ വൃത്തിയാക്കുമ്പോൾ ജനാലകൾ തുറന്നിടാൻ മറക്കരുത്. കാഠിന്യമേറിയ അണുനാശിനിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും കണ്ണുകൾ ഷീൽഡുകൾ ഉപയോഗിച്ച് സംരക്ഷിക്കണം. ഈ അറിവുകൾ നിങ്ങളുമായി പങ്കുവച്ചത് ഹെൽത്ത് കെയർ മലയാളം ചാനൽ. ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക. ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.